സുരേഷ് കുറുപ്പിനെ ഒപ്പം കൂട്ടാൻ UDF ശ്രമം നടത്തുന്നു എന്ന ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ കുറുപ്പിനെ സ്വാഗതം ചെയ്ത് മോൻസ് ജോസഫ് MLA. സുരേഷ് കുറുപ്പ് UDFിലേക്ക് വരാൻ ഒരു തീരുമാനമെടുത്താൽ അത് സ്വാഗതാർഹമാണെന്നാണ് മോൻസ് ജോസഫ് MLAയുടെ പ്രതികരണം. സുരേഷ് കുറുപ്പ് ഏത് മണ്ഡലത്തിൽ മത്സരിക്കാനും യോഗ്യനായ നല്ല സ്ഥാനാർത്ഥിയാണ്. നല്ല ആളുകൾ വരുന്നത് UDFിന് വളരെ നല്ലതാണ്. എന്നാൽ സുരേഷ് കുറുപ്പ് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമോ എന്നറിയില്ല. രാഷ്ട്രീയത്തിൽ ഒന്നും പ്രവചിക്കാനാകില്ല എന്നുമാണ് മോൻസ് ജോസഫ് MLAയുടെ ന്യൂസ് 18നോടുള്ള പ്രതികരണം. എന്തായാലും സുരേഷ് കുറുപ്പ് UDFിലേക്ക് എത്തിക്കാൻ UDF നീക്കം നടത്തുന്നു എന്ന വാർത്തയ്ക്ക് സ്ഥിരീകരണം കൂടിയാണ് മോൻസ് ജോസഫ് നടത്തുന്നത്. സുരേഷ് കുറുപ്പിനെ സ്വാഗതം ചെയ്യുന്ന നിലപാട് UDFിൻ്റെ പ്രധാനപ്പെട്ട MLA കൂടിയായ മോൻസ് ജോസഫ് സ്വീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേൾക്കാം. അത് സുരേഷ് കുറുപ്പ് ഏത് മണ്ഡലത്തിലും മത്സരിക്കാൻ യോഗ്യനായ നല്ല സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും ആലോചന ഉണ്ടോ എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ലാതെ ഒരു അഭിപ്രായം പറയുന്നതിനകത്ത് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞങ്ങളാരും അതിലേക്ക് കിടക്കുന്നില്ല. അതെല്ലാം പിന്നീട് വ്യക്തമാക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. പല സമയങ്ങളിലും ഒന്നിച്ചുണ്ട്, ട്രെയിനിൽ ഒന്നിച്ച് യാത്ര ചെയ്യാറുണ്ട്, ഒന്നിച്ച് കണ്ടുമുട്ടാറുണ്ട്. അതൊക്കെ സ്വാഭാവികമായും മനുഷ്യർ കണ്ടുമുട്ടുന്നില്ല. അദ്ദേഹം വന്ന ഒരു യുഡിഎഫിനൊരു ശക്തിയാകുന്നൊരു തോന്നലുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം ഒരു എല്ലാവർക്കും താല്പര്യമുള്ള ഒരു പൊതുസ്വീകാര്യനായ വ്യക്തിത്വമാണല്ലോ. നല്ല മതിപ്പുള്ളൊരു ജനനേതാവാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹമൊക്കെ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. എന്നാൽ സ്വീകരിക്കുക എന്നുള്ളതാണ് UDFിന്റെ നിലപാട്. അല്ലാതെ UDF ചർച്ച ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും നല്ല ആളുകളൊക്കെ വരുന്നത് UDFിന് നല്ലതാണല്ലോ. പക്ഷേ UDF ആണ് തീരുമാനിക്കുന്നത്. അതാണ് മോൻസ് ജോസഫിൻ്റെ വാക്കുകൾ. ഒരു രാഷ്ട്രീയ ചർച്ചയിൽ പറയാൻ കഴിയുന്ന പരമാവധി മോൻസ് ജോസഫിൻ്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് തുറന്നു പറയാൻ കഴിയില്ല. കാരണം ചർച്ചകൾ അതിൻ്റെ തുടക്കത്തിലാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, UDF സാധ്യത തള്ളുന്നില്ല, സാധ്യത നിലനിർത്തി തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്താണ് ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇത്തരമൊരു സാധ്യത നടക്കുന്നു, ഇത്തരമൊരു ചർച്ചയ്ക്കുള്ള കളമൊരുങ്ങുന്നു എന്നത്. ഒരു കാര്യം വ്യക്തമാണ്, സുരേഷ് കുറുപ്പ് ഈ കാര്യങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും UDF പിടിവിടുന്നില്ല. അവരിപ്പോഴും ആ സാധ്യതയിൽ തന്നെ നിൽക്കുന്നു എന്നതാണ്. ഒരുപക്ഷേ മോൻസ് ജോസഫ് എന്ന ഈ ചർച്ചയ്ക്ക് ഒരുപക്ഷേ ഇടനില നിൽക്കുന്ന അല്ലെങ്കിൽ മധ്യസ്ഥതയിൽ നിന്ന് കാര്യങ്ങൾ നയിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാൻ കഴിയുന്നതിൽ ഏറ്റവും പരമാവധി വാക്കുകൾ അദ്ദേഹം അത് പറഞ്ഞിട്ടുമുണ്ട്. എന്താണ് UDFിൻ്റെ ഇനിയുമുള്ള സാധ്യതകൾ? അവർ മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകൾ എങ്ങനെയാണ്? സജിത്ത്, തീർച്ചയായും സുരേഷ് കുറുപ്പ് UDFിലേക്ക് എന്നുള്ള വാർത്ത ഒരുപാട് ചർച്ച ചെയ്തതാണ്. പലരും നമ്മളോട് ഇതിങ്ങനെ സാധ്യമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പല ഘട്ടത്തിലും ചോദിച്ചിരിക്കുന്നു. ആ വാർത്തയ്ക്ക് അത്രയധികം പ്രാധാന്യത്തോടു കൂടിയാണ് കണ്ടത് ആളുകൾ. അതിനൊക്കെ പിന്നാലെ സാധാരണഗതിയിൽ ഒരു നേതാവിൽ നിന്ന് സജിത്ത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രതികരണമാണ് മോൻസ് ജോസഫിൽ നിന്ന് ലഭിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ ഇതിൽ മോൻസിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തുള്ള പ്രതികരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സുരേഷ് കുറുപ്പിനെ പോലൊരു നേതാവ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ എന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞ ശേഷം, പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥയിലെ രാഷ്ട്രീയമല്ലേ എന്നൊരു പ്രധാനപ്പെട്ട ഗൗരവമേറിയ ചോദ്യമാണ്. ബാക്കി സുരേഷ് കുറുപ്പിനെ പുകഴ്ത്തുന്നുണ്ട്. സുരേഷ് കുറുപ്പ് ഏത് മണ്ഡലത്തിൽ നിന്നാലും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുന്നുണ്ട്. പൊതുസമ്മതനാണ്. സുരേഷ് കുറുപ്പിനെ പല ഘട്ടത്തിലും കാണാറുണ്ട്. ഇപ്പോൾ കോട്ടയം രാഷ്ട്രീയത്തിലോ കേരള രാഷ്ട്രീയത്തിലോ സുരേഷ് കുറുപ്പിനെ കാണാറുണ്ട് എന്ന് പറയുന്നതിൽ അതൊരു സ്വാഭാവികമായ പ്രതികരണം മാത്രമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് സുരേഷ് കുറുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിവാദങ്ങളോട് പ്രതികരിക്കാനില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മോൻസ് ജോസഫ് പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ വിഷയത്തിൽ സാധാരണ അപ്പുറത്ത് നിൽക്കുന്ന ഒരു നേതാവിനെ കുറിച്ച് സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് അത് മറ്റൊരു പാർട്ടിയിൽ നിൽക്കുന്ന നേതാവാണ്, അവർ നിലപാട് പറയട്ടെ എന്നൊക്കെയുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് മോൻസ് ജോസഫ് ഒരു പ്രതികരണം നടത്തുന്നത് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല കുറുപ്പിനെ വളരെ കാര്യമായി പുകഴ്ത്തുന്നു. ഏത് മണ്ഡലത്തിൽ നിന്നാലും ജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് നമുക്കറിയാം. സഹിത നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഈ ഘട്ടത്തിൽ ഒരു ചർച്ചയുടെ ഘട്ടത്തിൽ നിൽക്കുന്ന വലിയ പരിമിതികൾ ഏതൊരു മുന്നണിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ചർച്ച ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോകരുത് എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ വളരെ കൃത്യമായ വിവരമുള്ളത് ചർച്ചകൾ നടന്നു. പ്രത്യേകിച്ച് ഏറ്റുമാനൂരിലെ ഒരു വീട്ടിൽ വെച്ചിട്ട് സുരേഷ് കുറുപ്പുമായി UDFിന്റെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ തന്നെ ചർച്ച നടത്തി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമായി നമ്മൾ നൽകിയത്. ഫലത്തിൽ അത് പറയാതെ സ്ഥിരീകരിക്കുന്നു മോൻസ് ജോസഫ് എന്നതുകൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. സജിത്ത്. ശ്രീജിത്ത്, ഇനി ഇതിൽ ഒരു സാധ്യത നമുക്കറിയാം. ഒരുപക്ഷെ ഇതൊരു പ്രൈമറി ഡിസ്കഷൻ ആവാം, സാധ്യത തള്ളുന്നില്ല. സുരേഷ് കുറുപ്പ് ഒരുപക്ഷെ
ചില വൈകാരിക ഇപ്പം CPM നേതൃത്വമായി അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു അകൽച്ച, അതിനപ്പുറം ഈ നിലപാട് പ്രഖ്യാപിക്കേണ്ടത് എപ്പോഴും സുരേഷ് കുറുപ്പ് തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ സാധ്യതകളൊന്നും മാറിയിട്ടില്ല. പ്രത്യേകിച്ച് കോട്ടയം രാഷ്ട്രീയത്തിൽ, അതിൽ കേരള കോൺഗ്രസ് ഒക്കെ ഏറ്റവും അവസാന ഘട്ടത്തിൽ സുപ്രധാന രാഷ്ട്രീയ തീരുമാനങ്ങളും നീക്കങ്ങളും ഒക്കെ എടുത്തിട്ടുള്ള ചരിത്രമുള്ളത് കൂടിയാണ്. അതുകൊണ്ട് എന്തും പ്രതീക്ഷിക്കാമെന്ന സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അങ്ങനെയെങ്കിൽ അതിന് സാധ്യത ഏത് തരത്തിലെന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് തീർച്ചയായിട്ട് ഒരു പക്ഷേ അദ്ദേഹം ഒരു UDFന്റെ പൂർണ്ണ ലേബലിലേക്കൊന്നും സുരേഷ് കുറുപ്പ് വരാനുള്ള സാധ്യത തീർത്തുമേ ഇല്ല എന്ന് നമുക്ക് പറയാം. മറിച്ച് അദ്ദേഹം ഒരു സ്വതന്ത്ര പരിവേഷത്തോടെ ഒരു പക്ഷേ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളഞ്ഞുകൂടാ. എന്തായാലും ഈ നമ്മുടെ ആ വാർത്തയ്ക്ക് ശേഷം സുരേഷ് കുറുപ്പ് അത്തരം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ഇതുവരെ വന്നിട്ടുണ്ടോ? എന്താണ് ഈ സാധ്യതകൾ, ചർച്ചകൾ? തീർച്ചയായും സുരേഷ് കുറുപ്പിനെ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ കിട്ടിയിരുന്നില്ല. സജിത്ത്, സുരേഷ് കുറുപ്പ് ഇതിനോട് ഇതുവരെ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും പ്രതികരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സജിത്ത്, ഇതിന്റെ എല്ലാം ഒരു പ്രശ്നമുള്ളത് വളരെ മുന്നേ ഉള്ള ഒരു വാർത്തയാണ്. ഒരുപക്ഷെ കാലം തെറ്റി വരുന്ന ഒരു വാർത്ത എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം സാധാരണഗതിയിൽ ഇത്തരം പൊളിറ്റിക്കൽ മൂവുകൾ പലപ്പോഴും നടക്കാറുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപുള്ള സമയത്താണ്. ആ നിലയിൽ നോക്കിയാൽ അതിനിയും മാസങ്ങൾ ബാക്കിയാണ്. നേരത്തെ സജിത്ത് പറഞ്ഞതുപോലെ തന്നെ സുരേഷ് കുറുപ്പിനെ ഒരു പരിപൂർണമായും UDFിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല. സുരേഷ് കുറുപ്പ് ഏറ്റുമാനൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ പിന്തുണ നൽകും. അതാണ് UDFന്റെ നിലപാടുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ അംഗമായി മാറുകയോ അങ്ങനെയൊന്നുമല്ല. ഫലത്തിൽ UDF പിന്തുണ നൽകുന്നതോടെ തെരഞ്ഞെടുപ്പിൽ അത് UDF സ്വതന്ത്രൻ എന്ന നിലയിലേക്ക്, അവിടെ UDF സ്ഥാനാർത്ഥിയെ നിൽക്കാത്ത ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. ഇക്കാര്യത്തിൽ ജോസഫ് ഗ്രൂപ്പ് ഔദ്യോഗികമായി ഉള്ളിൽ നടന്ന ചർച്ചകളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തീർച്ചയായും മോൻസ് പറഞ്ഞതുപോലെ തന്നെ ഈ ആദ്യഘട്ടത്തിൽ സുരേഷ് കുറുപ്പ് ഇതിന് തയ്യാറായി എന്നുള്ള വിവരം ഇപ്പോഴും നമുക്കില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമല്ലേ, സാഹചര്യം മാറി മറിയാം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കളുടെ ഒക്കെ ഒരു പ്രതീക്ഷയുള്ളത്. ശ്രീജിത്തിലേക്ക് മടങ്ങി വരാം. റെജി ലൂക്കോസ് നമുക്കൊപ്പം ചേരുന്നു, ഇടതു നിരീക്ഷകൻ. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾക്ക് ഏറ്റവും അറിയാവുന്ന ഒരു മേഖലയാണ്, താങ്കൾക്ക് അറിയാവുന്ന ഒരു രാഷ്ട്രീയം കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ താങ്കൾ പ്രതികരിച്ചപ്പോൾ ഈ സാധ്യത പൂർണ്ണമേ താങ്കൾ തള്ളിക്കളയുകയാണ് ചെയ്തത്. സുരേഷ് കുറുപ്പിനെ അറിയാത്തവരാണ് ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന നിലപാടെടുത്ത വ്യക്തിയാണ് താങ്കൾ. പക്ഷേ മോൻസ് ജോസഫ് ഇന്നലെ ശ്രീജിത്തിനോട് കോട്ടയത്ത് വെച്ച് പറഞ്ഞിരിക്കുന്നു ഈ സാധ്യത ഞങ്ങൾ തള്ളുന്നില്ല എന്ന കാര്യം. പക്ഷേ മോൻസ് ജോസഫ് അദ്ദേഹത്തിൻ്റെ വരികൾക്കിടയിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്, പൂർണ്ണമായി UDFിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ്. അനൗദ്യോഗികമായ ചർച്ചകൾ നടന്നു എന്ന കൃത്യമായ വിവരമാണ് ഞങ്ങളുടെ ഈ വാർത്തയ്ക്ക് അടിസ്ഥാനം. താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ രാഷ്ട്രീയ നീക്കം? അല്ല, ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിങ്ങളുടെ റിപ്പോർട്ടർ ശ്രീജിത്തിന്റെ അന്വേഷണാത്മകമായിട്ടുള്ള ഈ റിപ്പോർട്ടിനെ ഞാൻ 100% തള്ളിക്കളയുന്നില്ല. കാരണം ഇപ്പൊ UDFനെ സംബന്ധിച്ചോളം ജനങ്ങളിൽ സ്വാധീനമുള്ള, റെപ്യൂട്ടേഷനുള്ള LDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആരെങ്കിലും കിട്ടുക എന്നുള്ള അവരുടെ ഒരു ആശ്വാസമാണ്. അവരെ സംബന്ധിച്ചോളം അവർക്കൊരു പ്രതീക്ഷയാണ്. അതിനുള്ള ശ്രമം അവർ നടത്താം, സ്വാഭാവികമാണ്. പൊളിറ്റിക്സ് അത് സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ ആ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് കുറെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ സുരേഷ് കുറുപ്പിനെ സംബന്ധിച്ച്